വെൽക്കം ടു മൈ ഡോട്ടേഴ്സ് ചാനൽ, സോണാക്ഷി യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം. കാര്യം ഇന്ന് നമ്മള് പഴനിക്കും പിന്നെ കോയമ്പത്തൂര് ആ ശിവക്ഷേത്രത്തിലും പോകാൻ വേണ്ടി പോണേണ്. അപ്പൊ അച്ഛനും അമ്മയും ഇപ്പൊ വരാൻ സമയമായി. അപ്പൊ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി പിക്ക് ചെയ്യും. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഹാപ്പിയസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഇത് ഗുഹ ഒരു അങ്ങാട് വന്ന ഇത് ഈ സാധനം ഇനി അച്ഛൻ വരെയും ഒരു ഗുഹയെ കൂടി നമ്മൾ അപ്പേ ഗുഹ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഗുഹ. അച്ഛൻ എത്ര വർഷം കഴിഞ്ഞിട്ടാ വന്നത്? ഞാനൊരു 8 വർഷം 10 വർഷം ഞാൻ നിരന്തരം ഓടിയിരുന്ന റൂട്ടാണ്. അച്ഛൻ പണ്ട് ടെമ്പോ ഓടിച്ചിരുന്ന അച്ഛൻ പണ്ട് ടെമ്പോ ഓടിച്ചിരുന്ന വെച്ചാണ്. അപ്പൊ ടെമ്പോ ഓടിച്ചാൽ ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. അപ്പൊ അച്ഛൻ ഈ റൂട്ടിൽ കൂടിയാണ് അച്ഛൻ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടെമ്പോ ഓടിച്ചില്ല. ഞാൻ പറഞ്ഞുതരാം. 15-20 മുമ്പ് ഞാൻ സ്ഥിരം റൂട്ടാണ് എന്റെ. ഒരു 10-15 കൊല്ലമായിട്ട് വണ്ടി ഓടിക്കാറില്ല. എന്നുവരെ ഒരു ദിവസം 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ പാലക്കാട് ഒക്കെ പോണേ. അപ്പൊ അത് കൂടാണ്ട് ഗോദ്രേജിന്റെ ഈ യൂണിറ്റ് ഒക്കെ കയറ്റി ഓരോരോ സ്ഥലത്ത് പോകും. ഇറക്കണം. തൃശ്ശൂര്, കാസർഗോഡ് വരെയും പോകും. ഇപ്പൊ സൂപ്പറാണ് ഡ്രൈവിങ്. അന്നത്തെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ കൈയിട്ട് ഇങ്ങനെ കാണിക്കണം. നിർത്താൻ പോണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. അങ്ങാട് തിരിയാൻ പോയി വലത്തെ കൈ പുറത്തേക്ക് ഇടണം. അപ്പൊ കയ്യാതെ വന്ന് തട്ടിക്കൊണ്ട് പോകും. വണ്ടി ഇടിച്ചു പോകും. പക്ഷെ വണ്ടി ഇല്ലെന്ന്. ഇന്നതല്ല. ഇന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വണ്ടി മാറിയിട്ട്. അപ്പൊ അച്ഛനും പറഞ്ഞ ഏത് കാലഘട്ടവും നല്ലത് ഇതാണ്. കാലഘട്ടം നല്ലത് ഇത് തന്നെ. പക്ഷേ അന്നത്തെ ജീവിത രീതിക്ക് രോഗങ്ങളില്ല, പ്രശ്നങ്ങളില്ല, വണ്ടി ഊടായ്പില്ല, ഒന്നുമില്ല. ഇപ്പൊ ഊടായ്പാണ് പ്രശ്നമാണ്. ബൈക്ക് ഒരെണ്ണം കാണുള്ളൂ, പിന്നെ ബൈക്ക് കാണൂല. ആർക്കും ഇല്ല ബൈക്ക്. ഇന്ന് റോഡിലൊക്കെ ഇറങ്ങിട്ട് ഇത് കണ്ടു. ഇതൊക്കെയാണ് അപ്പയുടെ വിശേഷങ്ങൾ അല്ലെ? അപ്പയുടെ പേര് പറഞ്ഞേ. എന്റെ പേര് ദിനേശൻ, വയസ്സ് 74, ഫോട്ടോ വെച്ചി. ഫോട്ടോ വെച്ചി. 3 മക്കള്, 2 ആണ്, 1 പെണ്ണും. അതിന് മോളെ കൊടുത്ത് 2 പിള്ളേര് പെണ്ണുമാണ്. വേറെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചിപ്സ് അങ്ങനത്തെ സാധനമൊക്കെ അപ്പൊക്കെ വേണോന്ന് പറഞ്ഞു. അപ്പൊ അത് മേടിക്കാൻ വന്നൊക്കെയാണ്. ടേസ്റ്റിംഗ് സെറമണിയാണ്. ഇവിടെ പലതരം ചിപ്സ് ഒക്കെ ഉണ്ട്. ശർക്കര വരട്ടതുണ്ട്, ശർക്കര വരട്ടി, മിക്സർ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ചക്കവറുത്ത ഉണ്ടോ? ഇങ്ങോട്ട് പോകും. എങ്ങനെയുണ്ട് സോബി? പല ഇതുണ്ട്. ഇതുണ്ടോ? ഇത് നല്ല പഴുത്തത്, ഒരു മീഡിയം, പിന്നെ ഇത് മുളകിട്ട്. കൊള്ളാവോ? അപ്പ കൊള്ളാവോ? കൊള്ളാം. പിന്നെ ചക്കവറുത്തത് എത്ര കിലോ? അപ്പൊ ഇത് കഴിക്കാട്ടെ. ഇവിടെ ടേസ്റ്റിംഗ് ഉണ്ട്. ഇന്ന് അമ്മ ജംസി വൈബാണ്. ഞാനെടുക്കാൻ പോണ കേട്ടാ ഫ്രണ്ട്. ഞാൻ എടുക്കണേ കേട്ടാ. ഇത് മതി. നല്ല വെയിലൊക്കെ കൊള്ളാം. നല്ല ക്ലൈമറ്റ്. നമ്മൾ ലോട്ടറി എടുക്കണം. കാണിച്ചു.
നമ്മളെ പറഞ്ഞു കൊടുക്കണ്ടത് ഞാൻ എടുത്ത് സോബി എടുക്കൂ. എത്ര എടുത്ത്? അപ്പൊ നീ ഏതാ? ഞാൻ സമൃദ്ധി എടുക്കാം. കാറും എടുത്തോ, കണ്ണൂറ്റി എടുത്തോ. നമ്പർ ഒന്നും കാണിക്കണ്ട. കാണിക്കണല്ല. ഇല്ല, നോട്ട് എടുക്കുന്ന കാണിക്കാം. നമ്പർ ഒന്നും കാണിക്കില്ല. ഒന്ന് എടുത്ത് ആ 3 എടുത്തിട്ടുണ്ടോ? നമ്മൾ 3 കാണിച്ചു. 3 എടുത്താ 3 കോടിയാണ്. 3 കോടിയുണ്ട്. 3 അടിക്കുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ 3 കോടി നമുക്കുണ്ട്. എന്ത് ചെയ്യും? പക്ഷെ 3 കോടി അടിക്കോ? 3 കോടി അടിക്കോ? പാറുന്ന കല്യാണം വേണ്ട, ഫണ്ണാട്ടോ. അവര് ചായ കുടിക്കാൻ പോണേ. എനിക്ക് ചായനോടൊന്നും താല്പര്യമില്ല. ചായയൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചായ കുടിക്കണില്ല. ഞാനങ്ങി കാറിൽ കയറാൻ പോവാണ്. ഇവിടെ ഇല്ലാത്ത കുറച്ച് പേരൊക്കെ എനിക്കുണ്ട്. കാണിക്കാട്ടോ. ഹായ് പ്രസന്നേ. നല്ല വെയിലാണ്. ഞാനീ വെയിലത്ത് കോപ്പി മതി. നമ്മൾ ചക്കവറുത്ത വാങ്ങിച്ച് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ചൂട്. ഇതാണ് സോബിയുടെ അമ്മ. സോബി എങ്ങനെ വെളുത്തെന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഇതാണ് കാരണം. അമ്മ വെളുത്തതായിരുന്നു പണ്ട്, അല്ലേ നീ പ്രസനെ? വയസ്സായില്ലേ? അതെ, പണ്ട് സുന്ദരിയായിരുന്നു. ചക്ക വറുത്തുണ്ടോ? കൊള്ളാം. കോഴിമുട്ട പോലെ ഇല്ല. ഒരപ്പ കടിയൊക്കെ കൊണ്ടുവരണ്ട അച്ഛമ്മക്ക്. നല്ല സ്നേഹം. എന്താ അച്ഛമ്മ പറഞ്ഞത്? വ്യൂവേഴ്സ് കേട്ടില്ല. സിനിമാ നടികൾ പുറകിലിരിക്കും. പൈസ കൊടുത്തോ? അല്ല ഞാൻ ഒരു കാപ്പി മാത്രം വാങ്ങിച്ചു കൊടുത്തു. സോ ഫ്രണ്ട്സ്, എനിക്കെന്റെ ബൂസ്റ്റ് കിട്ടി. ബൂസ്റ്റ് അല്ല കേട്ടോ, ഒരു മണിക്കൂർ കഴിയുമ്പോ നിറം പിന്നെ വരുമോ? ചൂടാറേട്ടെ കുടിക്കൂ കേട്ടോ. അപ്പൊ ഗായ്സ്, പാറു 2 ഗ്ലാസ്സില് ഹോർലിക്സ് ആണ് കുടിച്ചത്. അല്ല കേട്ടോ, ഇതാക്കിയപ്പോ 2 വന്നതാ. ഇതിന്റെ പാറു ഭയങ്കര ഇവിടെയൊക്കെ ചക്ക ഉണ്ടാവുമല്ലോ, ഇവർക്കൊക്കെ അറിയാം ഇതിന്റെ വറക്കണ ഭാഗം. ഗായ്സ്, ഒരു ചക്കക്കഥ തുടങ്ങിയിട്ട് കൊറേ നേരം ഈ അമ്മായിമ്മ മരുമോളും കൂടി ചക്കയെന്ന് പറഞ്ഞ് കഴിയണേ ഒരാള്. അമ്മായിമ്മയും മരുമോളും ഭയങ്കര പൊരുത്തോളും ഭയങ്കര ലവാണ് അവർ തമ്മില്. അപ്പൊ ഇത് നോക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ബാണ്ട് കെട്ടെന്നൊക്കെ. ഒന്നും ബാണ്ട് കെട്ടല്ല, ഇത് ഞങ്ങളുടെ തുണികളാണ് അല്ലേ. ഞാൻ നേരത്തെ ലിപ്സ്റ്റിക് അടിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടൊരു ഇതില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് അടിച്ച് സുന്ദരിയായി. കുട്ടിയിട്ടില്ലെങ്കിൽ നാച്ചുറൽ ഭംഗി ഉണ്ടാവില്ല. ഞാനൊക്കെ നാച്ചുറലാണ്. ഓളിക്സ് കുടിക്കുന്ന നിഷാദിപ്പിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞിട്ടാ എന്റെ പുതിയ മോതിരം എങ്ങനെയുണ്ട്? കൊള്ളാമോ? സോബി ഹായ്. ചായ കുടിച്ചതിന് എന്റെ മോള് എന്താ കഴിച്ച ബൂസ്റ്റ് കഴിച്ച് എന്റെ ബൂസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കൊച്ചു ഉറങ്ങാൻ വേണ്ടി പോണേ. ഭയങ്കര സ്നേഹം തോന്നും. ആ ഇടയ്ക്ക് ഇവിടെ അന്തം വരത്തില്ലേ? അല്ലേ, കുഴൽ മണ്ണോ വെച്ചാ അപ്പൊ നമ്മൾ പോവാണ്. Yes. ഞാനും അപ്പയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് മതി. That's better for us. ഹായ് ഗായ്സ്. അപ്പൊ അവിടെ ബാക്കില് അമ്മയ്ക്ക് മുമ്പില് നമ്മ കാരണവന്മാരുടെ മുമ്പിലായിരിക്കാറ്. അതുകൊണ്ട് നമ്മ അതെ കാരണന്മാരെ എപ്പോഴും മുമ്പിലായിരിക്കും. ഞാനും കാരണവർത്തിയാണ്. മീശയൊക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ ആർജി എനിക്ക് കാരണവർ അത് കട്ട്. അല്ല അത് കട്ടൊന്നും ചെയ്യണ്ട, അത് കേക്കട്ടെ, ജനങ്ങളൊക്കെ കാണട്ടെ. ഹായ് ദിനേശിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കുറെ കമന്റുകൾ വന്നായിരുന്നു. ഇതാരാണ്? ഇതെന്റെ അപ്പൂപ്പനാണ്. അപ്പൂപ്പന് പ്രായം കൊണ്ട് അപ്പൂപ്പനേ ഉള്ളു അല്ലേ? ആള് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണോ? സ്ട്രോങ് അല്ലേ? ഒക്കെ സ്ട്രോങ് ആണ്. മീശയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അതെ വാസു അച്ഛാ
ആ ദേവാസുരത്തിൽ ഒരു പിരി പിടിച്ചപ്പോ പാട്ട് കിട്ടുക. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ഇത് നീലകണ്ഠനാ. വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പരിധി ഉണ്ടട്ടാ. മീശ പിരിക്കാൻ പോയ പിന്നെ നിർത്തൂല. അതാണ് അതാണ് പ്രശ്നം. എങ്ങനെ മീച്ച തടങ്ങലിയ കണ്ടാ പെണ്ണുങ്ങളെ കാണുമ്പോ മീച്ച പെണ്ണുങ്ങളെ കാണുമ്പോ കേട്ടാ അമ്മ പറയണ്ട, പെണ്ണുങ്ങളെ കാണുമ്പോ അപ്പം മീശാട് പോകുന്ന വെച്ചാൽ ആണോ? എന്റെ അച്ഛനാണെങ്കിൽ കണ്ണട വെക്കും. ഞാൻ ഫുൾ ടൈം കണ്ണട വെച്ച് നടക്കണം പൈസ. ഇതെന്താണ് മീച്ച കാണിച്ചു വെച്ചിരിക്കണ പൊന്നേ. അപ്പഴേ നോക്കണേ. ഗൈസ് കേട്ടോ കീലിമ്പാട്ട വീണ പോലെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ബസ് സ്റ്റാൻഡ്? അടിപൊളി ചിപ്സ് ഉണ്ടാ. അതേ സ്ഥലം എവിടെയെന്ന് അറിയാമോ? നമ്മ വടക്കാഞ്ചേരി അല്ലേ? വടക്കാഞ്ചേരി എത്തുമ്പോ ലെഫ്റ്റ് സൈഡില് അവിടെ 3-4 കടയുണ്ട്. പക്ഷെ അവര് നമുക്ക് ഈ സാമ്പിളൊക്കെ കുറെ ചക്കവറുത്ത് തരും. പിന്നെ ചിപ്സ് തരും. 3-4 കൂട്ടം ചിപ്സ് ഉണ്ട്. അത് പഴുത്തുണ്ട്, പിന്നെ മുളകിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് കൊള്ളാം, അടിപൊളിയാ. ഇഷ്ടപ്പെട്ടാ? ലൊക്കേഷൻ ഒക്കെ വടക്കാഞ്ചേരി. ഇഷ്ടപ്പെട്ടാ ചിപ്സ്? യാ, നമുക്ക് ഇഷ്ടപ്പെട്ടമ്മ. അച്ഛ നമുക്ക് ഇഷ്ടപ്പെട്ടമ്മ. സൂപ്പർ. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ നമ്മ ചക്കോർത്ത ചൂട് മാത്രം കഴിക്കുന്ന കഴിച്ചിട്ടുള്ളൂ. ചൂടൊന്നുമില്ല. പക്ഷെ നിങ്ങക്ക് വല്ല അറിയാമോ പ്രസന്ന ആരിക്കട മോളാന്ന് പറഞ്ഞു കൊടുക്ക. അച്ഛന്റെ അച്ഛന്റെ പേര് പറഞ്ഞു. ഞാനൊരു മിലിറ്ററിക്കാരന്റെ മകളാണ്. അച്ഛനെ പേരെന്താ? അച്ചുക്കുട്ടി. അച്ചുക്കുട്ടിയുടെ മോളാണ് പ്രസന്ന. മിലിറ്ററിക്കാര്. മിലിറ്ററിക്കാരന്റെ മോളായിരുന്നട്ടോ. അതുകൊണ്ട് അമ്മ ഇടക്കിടക്ക് സ്റ്റാൻഡ് സീസൺ അടിക്കണ്ട്. കൈയൊക്കെ പൊക്കി രാവിലെ അതുകൊണ്ട് അപ്പക്കിട്ടടിക്കും. എങ്ങനെയാണ് തോന്നും? അപ്പക്കിട്ടടിക്കും. ഗുഡ് മോർണിംഗ് ദിനേശ്. അതുകൊണ്ട് അപ്പക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇടക്ക് കയ്യിലൊക്കെ എടുത്ത് തോക്കാന്ന് വെച്ച് വെടിവെക്കാറുണ്ടെന്ന്. ഉറക്കത്തിൽ കിടന്ന് ചവിട്ടും. കണ്ടാ ഉറക്കത്തിൽ കിടന്ന് ചവിട്ടാറുണ്ട് നമ്മളെ മിലിറ്ററിക്കാരെ മോള. എന്റെ തള്ള വരല്ലേ ഈ മതലേക്ക് എന്നിടിച്ച് തള്ള ആരാണ് ഇടിക്കാനുള്ള? അച്ഛമ്മയുടെ അപ്പയാണ് ഇടിക്കണം. ഞാൻ ഇടിക്കാറൊന്നുമില്ല. അപ്പ ഉറക്കത്തിൽ കാലിട്ട് ഉറക്കത്തിൽ കാലെടുത്ത് അടിച്ചതാണ്. എന്താ ഇല്ലല്ല മതലേട്ടായി പോയി ഭയങ്കര അച്ഛനില്ലേ പറഞ്ഞ? മൊത്തത്തിൽ പറയാൻ പ്രശ്നമാണ് അല്ലേ? മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പൊ പറഞ്ഞോളെ അച്ഛന്റെ അപ്പ രാത്രി കുൺഫോൾക്കാണ് കളിക്കാം. അപ്പൊ കളരി പഠിക്കാൻ നിക്കണേ അല്ലേ? ഭാര്യയായിട്ട് യുദ്ധം ചെയ്യേ. അതിന് കളരി പഠിച്ചാ പോരാല്ലേ? മിലിറ്ററിക്കാരന്റെ മോളല്ലേ? യുദ്ധം തന്നെ വേണം. തോക്കത്ത് പറ്റി തോക്കൊക്കെ വെച്ച് വെടിയൊക്കെ ഉണ്ട്. പാവം അപ്പനാ. മതിയാ? എല്ലാരും കണ്ടോ പാറക്കുട്ടി അപ്പനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണം. അങ്ങാട് എത്തിയിട്ടാ നീ അങ്ങാട് ഇനി പൊള്ളാച്ചി കാണിക്ക്. അപ്പൊ തമിഴ്നാട്ടിലേക്ക് നമ്മ എൻട്രി ചെയ്യാണ്. പൊള്ളാച്ചി അങ്ങനെ നമ്മ പഴനി മലയിട്ട് എത്താൻ 6.6 കിലോമീറ്ററും കൂടി ഉള്ളു. അപ്പൊ ഞങ്ങ പോണ വഴിയില് ചന്ദ്രനെ കണ്ടു. ചുമന്ന ചന്ദ്രൻ. കണ്ടോ? ഞങ്ങ എല്ലാരും കണ്ടു. ദിശ മാത്രം കണ്ടില്ല. താഴ്ത്ത് എല്ലാരും കണ്ട്. നീ ഒന്ന് കണ്ണുകൂട്ടി തുറന്ന് അപ്പൊ കാണും. കണ്ണുകൂട്ടി കണ്ടോ? ഞാൻ കണ്ട്, ദിശു കണ്ട്, പ്രസന്ന നേരത്തെ കണ്ടു. ഭയങ്കര കണ്ണാണ്. അപ്പ കണ്ടാന്ന് ചോദിച്ചാ അപ്പൊ കണ്ടപ്പേ പഴഞ്ഞല്ല ചന്ദ്രനെ കണ്ട റൈറ്റ് സൈഡില് ചന്ദ്രൻ. ആ ചുമപ്പ് ആ ചന്ദ്രനിലെ പാട്ട് ഏതാണെന്ന് വെച്ചാ പാട്ടില്ലേ? ചന്ദ്രനെങ്കില് അല്ലല്ല അച്ഛനെ വിളിയാ. പാട്. ചന്ദ്രക എന്തൊരു പാട്ട് വെച്ചാ ഭയങ്കര സംഗീത ഗായികയാണ് നമ്മളെ സ്വന്തം മിലിറ്ററിക്കാരിയുടെ മോള് പ്രസന്ന. അച്ഛൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. തിരിഞ്ഞ പാട്ടൊക്കെ പാട്ടൊക്കെ വേറെ പോയി. പാട്ട് പാടിക്കൊടുക്ക് എല്ലാവർക്കും. നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ച് പാട്ട് പാടിക്കൊടുത്ത്. മറ്റേ പാട്ട് പാടിക്കൊടുത്തൊക്കെ. മറ്റേ മുരുകന്റെ പാട്ട് പാട്. ഇപ്പൊ പണ്ടുമലയല്ലേ വന്നത്.
ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാം അപ്പൊ അത് മുരുകന്റെ പാട്ടാ. സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല സത്യത്തിലാരും തിരിച്ചറിഞ്ഞ് പാട്ടൊരു ഓക്കെ എല്ലാം മറന്നു. എല്ലാം മറന്നു അച്ഛൻ നല്ല ഗായകനായിരുന്നു, ഇപ്പൊ എല്ലാം മറന്നുപോയി. നല്ല പാടുമായിരുന്നു, നല്ലോണം പാടുമായിരുന്നു. തൊണ്ടയ്ക്ക് തോന്നപ്പോ അല്ല നല്ലോണം പാടുമായിരുന്നു. പാട്ട് ടേപ്പ് റെക്കോർഡ് നല്ലോണം പാടുമായിരുന്നു. അച്ഛൻ കേൾക്കുമായിരുന്നു. പണ്ടത്തെ ഒരു ഗായകൻ പാസമലറിലെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉഗ്രം പാട്ടാണ്. പാസമല ശിവാജിറ ദൈവത്തിന്റെ പാട്ട് പാടാൻ മുരുകന്റെ പാട്ട് പാടിയേ. മുരുകന്റെ മുരുകന്റെ നിന്നാമൻ മുരുക നിന്നാമൻ ജപിച്ചിടാൻ അച്ചാമ പാടണം. ആ പാട്ട് പാടി. മുരുക നിന്നാമം ഹരോഹര വേൽമുരുക സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരോഹര വേലായുധൻ കീ വേലായുധയ്ക്ക് ജയതൊക്കെ. അപ്പൊ ഇപ്പൊ ടൈം 7 മണിയാവാനായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് എത്തിയത്. 1 കിലോമീറ്റർ കൂടെ ഉള്ളു പഴനിയെത്താൻ. നമ്മളെ സ്റ്റാർട്ട് ചെയ്തത് 1 മണി ആയപ്പോ തന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയോണ്ടാണ് ലേറ്റ് ആയത്. നമ്മള് 1 മണിക്കല്ല 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങി നമ്മ 1 മണിയൊക്കെ ആയപ്പോ തൃശ്ശൂർ എത്തി. ഇവിടെ ഒരാൾ പാട്ട് പാടുന്ന ബാക്കില് വേറെ എന്തൊക്കെ സംസാരം. ഞങ്ങൾ ഇവിടെ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല, എന്നാലും ഞങ്ങൾ പറയുന്നുണ്ട്. അല്ലെ സോബി? ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മ പഴനി ടെമ്പിൾ എത്തി അല്ലേ ദിനേശ്? ടെമ്പിള് ഇപ്പൊ നമ്മ അവിടെ എത്താനായിട്ടുണ്ട്. ജസ്റ്റ് ഒരു 100 മീറ്റർ എവേ ആണ് നമ്മുടെ മുരുകൻ ഇരിക്കണത്. അപ്പൊ നമ്മ ഇപ്പൊ എത്തും. അപ്പൊ അതേ നമ്മ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കാണ്. ഇനി അവിടെ എത്തുമ്പോ നമ്മ ടിക്കറ്റ് എടുക്കണ്ടേ അച്ഛാ? ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. 50 രൂപ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം. ഒരു വട്ടം എടുത്താൽ മതി. ആ ഒരു വട്ടം ഇന്നും ഫുള്ളായിട്ട് നമുക്ക് നാളെയും നമുക്ക് യൂസ് ചെയ്യാം. നാളെ യൂസ് ചെയ്യാൻ പറ്റില്ല. 12 മണി കഴിഞ്ഞാൽ പിന്നെ പുതിയ ടിക്കറ്റ് എടുക്കണം. നമ്മ എപ്പോഴും നൈറ്റ് ആണ് വന്നത്. അപ്പൊ നാളെ യൂസ് ചെയ്യാൻ ഇപ്പൊ വരും. അത് കാണിച്ചു കൊടുത്തത് ടിക്കറ്റിന്റെ ആൾക്കാര് നമ്മ എത്തിനേക്കുമ്പോ അവരെത്തും. 10 റുപ്പീസ് എനിക്ക് വേണം. സോ ഗൈസ്, അങ്ങനെ നമ്മ പഴനി എത്തിയിരിക്കുന്നു. ഇനി നമ്മ റൂം എടുക്കാൻ വേണ്ടി സേലം എംപയറിൽ വന്നേക്കണേണ്. അപ്പൊ നമ്മൾ റൂം എടുത്തിട്ടാണ്. അല്ല, നമ്മൾ റൂം എടുത്തിട്ട് നേരെ പഴനി ടെമ്പിളിൽ പോവും. അല്ലെങ്കിൽ നേരെ പഴനിയിൽ പോയിട്ട് റൂം എടുക്കും. എന്തായാലും കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മ എപ്പോഴും ഈ ഹോട്ടലിൽ തന്നെയാണ് വരാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ ഹോട്ടലായിരുന്നു, പക്ഷെ 2 വർഷം മുമ്പ് ഈ ഹോട്ടലിലായിരുന്നു. ഇതായിരുന്നു ഹോട്ടൽ. നിഷു ഉണ്ട്, ദിനേശ് ഉണ്ട്, പ്രസന്ന ഉണ്ട്, ഭൂ ഉണ്ട്. കൊറേ പെയിന്റിങ് ആക്കണം കേട്ടോ. സൂപ്പർ ഹോട്ടലിൽ വന്നോ. ഇതാണ് നമ്മൾ വന്നിക്കണ ഹോട്ടൽ. അപ്പൊ വിളിച്ചോളൂ അങ്ങോട്ട്. അപ്പൊ ഭയങ്കര ഓറഞ്ച് കൊതിയാണ് കേട്ടോ. വന്നപ്പോ തൊട്ട് ഓറഞ്ചും പിടിച്ച് നടക്കണേ. ഈ ടെമ്പിളിൽ എത്തിയിരിക്കുന്നു. ഞാനും അച്ഛനും നേരത്തെ എത്തി, പക്ഷെ ഇവര് ഭയങ്കര ലേറ്റ് ആവും. ഇതുവരെ എത്തിയിട്ടില്ല. നടന്നു നോക്കിയിട്ട് വേഗം നടക്കണേന്ന്. തീരെ സമയവും ഇല്ല. അവിടെ കൊട്ടും പാട്ടൊക്കെ ഉണ്ട്. 8 മണിക്ക് അടിയിലടക്കും, മുകളിലടക്കൂല. മുകളിൽ 10 മണി വരെ ഉണ്ട്. നമുക്ക് അടിയിൽ നിന്ന് കയറിയാൽ മാത്രമല്ലേ മുകളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ വേഗം പോണേ. ഇപ്പൊ തന്നെ 7:30. கைகள் வளர்ந்தாது உனக்கு என் உயிரே
അങ്ങനെ നമ്മ പഴനിമല കേറി കഴിഞ്ഞിട്ട് എടുക്കാട്ടോ. എന്നുവെച്ചാ കുറച്ചധികം ടാസ്ക് ഉണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. ബാക്കി അമ്മയും അച്ഛമ്മയും എല്ലാരും പയ്യെ വന്നത്. സോ ഗൈസ് നമ്മ ഇത്രയും പൊക്കത്ത് കേറി ടയർഡായിട്ട് ഇരിക്കണേ. സോ ടയർ. പകുതി കേറി ഇനിയും പകുതിയുണ്ട്. ഇപ്പൊ തന്നെ നമ്മ ടയേർഡായി. കൊറേ നാളായല്ലോ കേറിയിട്ട്. ഹലോ ഗൈസ്, നമ്മ പഴനിമല കയറിക്കൊണ്ടിരിക്കണേ. സോ മച്ച് ടയർഡ് യുനോ. അയ്യോ ഭയങ്കര ടയർഡായിപ്പോയി. ഒന്നാമത് നമ്മ കൊറേ റഷ് ചെയ്തിട്ട് ഓടി വന്നേല്ലോ. എന്നുവെച്ചാൽ ലേറ്റ് ആയല്ലോ, അമ്പലം അടക്കാൻ പോണെന്നൊക്കെ പറഞ്ഞല്ലോ അടിയില്. അത് ലേറ്റ് ആയിട്ട് കേറിയ കൊണ്ടാണ് ടയർനെസ്. അപ്പത്തന്നെ ഓടിപ്പിടിച്ച് കേറിയപ്പോ ഭയങ്കര ടയർഡ്. റെസ്റ്റ് എടുത്താ കയറാ. കഴിഞ്ഞ പ്രാവശ്യം ഫോൺ കയറ്റാൻ പറ്റിയില്ല, പക്ഷെ ഈ പ്രാവശ്യം കയറ്റാൻ പറ്റി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പഴനി ടേബിൾ എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമ്മ ഇത്രയും കേറി. നമ്മൾ ഇത്രയും കയറിയിട്ടുണ്ട്. നോക്കിട്ട് ഇത് മോളിൽ നിന്ന് അടിയിലേക്കുള്ള ഭാഗമാണ് അല്ലേ? ഓക്കെ, ഇനിയും കൊറേ കേറാണ് കണ്ടോ. ബാക്കിയും കൂടി കേറി കഴിയട്ടെ. അത് കാണിച്ച കുറച്ചധികം പണിയാണ്. നമ്മൾ വല്ല കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയായിരിക്കും കേറാൻ എന്നാണ് എന്റെ ഒരു ഇത്. അങ്ങനെയൊന്നുമില്ല, പിന്നെ നമുക്ക് ലെഗ് പെയിൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ പ്രാവശ്യം കുറച്ച് ലാഗാണ്. ഞാൻ മറ്റേ എന്റെ ടെക് ഫസ്റ്റിന് കൊണ്ട് എനിക്ക് കാല് വേദനയൊക്കെ വന്നു. അതാണ് കേറാൻ കുറച്ച് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഞാൻ വേഗം കേറിയാന്. ഫസ്റ്റ് അടിക്കണ എപ്പോഴും ഞാനായി. പ്രാവശ്യം കുറച്ച് ലാഗാ. ബട്ട് ഐ ക്യാൻ ഡു ഇറ്റ്. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോ പഴനിമല കയറി. ഇനി എത്ര പടിയുണ്ടാവും? ഒരു 30 നമ്മളെ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എത്തി. അങ്ങനെ നമ്മ ദർശനത്തിന് വേണ്ടി പോകാൻ വേണ്ടി പോണേ. ക്യൂ കാണിച്ചു കൊടുക്കും. നല്ല ക്യൂ ആണ് കേട്ടോ. സോ ഇനി ദർശനം കഴിഞ്ഞിട്ട് കാണാട്ടോ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മ മുരുകനെ കണ്ടത്. നമ്മ ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മ ട്രെയിനിന് പോയിക്കൊണ്ടിരിക്കണേ. അച്ഛമ്മയും അപ്പയും ഞാനും കൂടി മാത്രമാണ്. അച്ഛനും അമ്മയും ബാറും കൂടി സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. ഇവിടെ ഫോട്ടോയിൽ അച്ഛാമ്മനെ കാണാൻ കൊള്ളൂല. അതിന്റെ പ്രശ്നം ഇപ്പൊ കേക്കണേ. ഇവിടെ എന്ത് ചെയ്യാനാ നോക്കണേ. അങ്ങനെ നമ്മ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞ് ഇനി നമ്മ അടുത്തത് അച്ഛനും അമ്മയും ദർശനത്തിന്റെ അവിടെയുണ്ട്. അപ്പൊ ഞാനും അച്ഛാമ്മയും അപ്പയും കൂടി ദർശനത്തിന് അങ്ങാട് പോകാൻ വേണ്ടി പോണേണ്. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് അങ്ങാട് പോകാം. അച്ഛാമ്മക്കും അപ്പൊക്കെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണേണ്. അവർക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കണം നടന്നിട്ട്. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മ തൊഴുതൊക്കെ കഴിഞ്ഞത്. ദിനേശനുണ്ട്, പ്രസന്നയുണ്ട്. കാണാൻ പറ്റിയില്ലേ? കാണിക്കല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? കാണാൻ പറ്റിയില്ലേ? സെറ്റപ്പ് ആയിരുന്നു. ഇതാണ് അമ്പലം കേട്ടോ. അമ്പലം തൊഴുതൊക്കെ കഴിഞ്ഞപ്പോ നന്നായിട്ട് എനിക്ക് തൊഴാൻ പറ്റും. അപ്പൊ മുരുകന്റെ അടുത്ത് ഇനിയും വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ഇതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ട് പോണേണ് കോയമ്പത്തൂർ. ഓൺ ദ വേ ടു കോയമ്പത്തൂർ. അങ്ങനെ തൊഴുതൊക്കെ നല്ലോണം നമുക്ക് തൊഴാൻ പറ്റിയല്ലേ സോനു? നല്ലോണം തൊഴാൻ പറ്റും. ഇപ്പൊ ഇവിടെ റൂമൊക്കെ ഫുള്ളാണ്. വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് റൂമൊക്കെ ഫുള്ളാണ്. നമ്മ നേരെ കോയമ്പത്തൂരിലേക്ക് ആദിയോഗിയിലേക്ക് പോവാണേ നമ്മ. അവിടെ റൂമിനൊക്കെ റേറ്റ് കുറവാണ്.
റേറ്റും കൂടെ ഇവിടെ ഭയങ്കര റേറ്റുമാണ്. റൂമും ഇല്ല, റൂം ഉള്ളതിനാണ് ഭയങ്കര റേറ്റ്. അപ്പൊ നമ്മ ആദ്യ യോഗിയിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഇന്നില്ലാതെ വ്ലോഗ് എടുക്കാൻ ആര് പറഞ്ഞു? ഗൈസ്, നമ്മ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റ് ഒരു റെസ്റ്റോറന്റ് അങ്ങനെ പേരറിയില്ല, തമിഴില എഴുതിയേക്കണം. തമിഴിലായിരിക്കണം കാണിച്ചു കൊടുത്ത് അതിന്റെ സറൗണ്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് ഹോട്ടല്. നമ്മള് എങ്ങനെയുണ്ട് കയറാൻ വേണ്ടി പോണം. ഇതുണ്ടോ കോലൊക്കെ? കോലൊക്കെ ഉണ്ട്. കോലം കാണിച്ച കോലം നമ്മളവിടെ കോലൊന്നുമില്ല, ഇവിടെ കോലൊക്കെ ഉണ്ട്. നല്ല നല്ല ഹോട്ടലാണ്. കഴിച്ചിട്ട് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ട്. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മിപ്പോ വന്നിരിക്കുന്ന ശ്രീകണ്ഠാസ് ഹോട്ടലാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അടിപൊളി ഫുഡാണ്. അപ്പൊ തമിഴ്നാട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. നമുക്ക് പലതരത്തിലുള്ള ചൈനീസ് ഫുഡും മീൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇവിടെ വരാട്ടോ. ഇവിടുത്തെ ആൾക്കാരാണ് ഇതൊക്കെ നല്ല. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? ഫുഡ് എന്താണ്? ഫുഡ് പനീർ ലബ നല്ല മഷ്റൂം ലബ, പനീർ ലബ, സ്പെഷ്യൽ എന്താണ്? മഷ്റൂം ലബ, പനീർ ലബ, ചോളപ്പൊടി ഇருக்கு, നാൻ ഇருக்கு. ഓക്കെ, എല്ലാം സ്പെഷ്യൽ தான். எல்லாமே ஸ்பெஷல். അപ്പൊ നല്ല ഹോട്ടലാണ്. അപ്പൊ ഇവിടെ എല്ലാരും വന്ന് കഴിക്കാം. കാര്യം ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെജ് അടിപൊളി ഫുഡാണ്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, கோபி ரைஸ் இருக்கு, மஷ்ரூம் ரைஸ் இருக்கு, பன்னீர் ரைஸ் இருக்கு, மிக்சட் ரைஸ் இருக்கு, செஸ்வம் ரைஸ் இருக்கு. ഓണർ ഇതാണ്. இவங்கதான் ஓனர். ഓണർ ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മളെല്ലാരും നമ്മളെ പഴനി അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ഇവിടെ നല്ല വെജ് ഫുഡ് കിട്ടും. ഇവിടെ അത് മാത്രമല്ല, ഫ്രൈഡ് റൈസും നൂഡിൽസ് ഇല്ലേ, നൂഡിൽസ് ഉണ്ട്. കിച്ചണാണിത്. കിച്ചന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ ഫ്രൈഡ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഹോട്ടലിന്റെ ഓണറാണിത്. അപ്പൊ ലൊക്കേഷൻ എവിടെയായിട്ടാണ്? நியூ தரகம் ரோடு. ഇതാണ് ഹോട്ടലിന്റെ ഓണറും. ഓണറിന് സണ്ണാ? ഓക്കെ, ബട്ട് സൺ മാതിരി അല്ല, സിസ്റ്റർ മാതിരി ഇല്ല. പ്രശ്നം. ഓക്കെ, അപ്പൊ എല്ലാരും ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക. നല്ല സഹകരണമാണ് ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ഒക്കെ നല്ല സഹകരണമാണ്. അപ്പൊ ലൊക്കേഷൻ വന്നിട്ട് പഴനിന്ന് എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. ഹോട്ടലിന് ഓക്കെ. അപ്പൊ എല്ലാരും വന്ന് കഴിക്കുക. നല്ല ഫുഡാണ്. എല്ലാരും സ്റ്റാഫൊക്കെ നല്ല സഹകരണമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ശ്രീകണ്ഠാസാണിത്. അപ്പൊ ഇവിടെ എല്ലാരും വരിക. നല്ല ഫുഡാണ്. നല്ല ഇവിടുത്തെ സ്റ്റാഫ് ആയാലും നല്ല പെരുമാറ്റമാണ്. എല്ലാരും നല്ല സഹകരണമാണ്. അപ്പൊ എല്ലാരും ശ്രീകണ്ഠാസ് പഴനിന്ന് ഒരു 2 കിലോമീറ്ററിന്റെ അല്ല 2 കിലോമീറ്റർ. പ്യോർ വെജ് ആണ്. നല്ല സർവീസ് ആണ്. സ്റ്റാഫ് സർവീസ് അടിപൊളിയാണ്. എല്ലാരും ഇവിടെ വരാട്ടോ. അപ്പൊ ബോധം കെട്ട് കുറങ്ങണ കേട്ടോ സോനു അച്ഛനും അമ്മയൊക്കെ ബോധം കെട്ട്. സോനു ഇന്ന് അച്ഛൻ നമ്മുടെ കൂടെയാണ് കിടക്കണം. സോനു, അപ്പൊ നാളെ രാവിലെ കാണാം. ഓക്കെ, പോയിക്കോട്ടെ അച്ഛൻ. ഞാൻ പോണേണ്. അപ്പൊ അച്ഛൻ പുറത്തുനിന്ന് കൂട്ടിക്കോളാം. എന്നാ അടുത്തുനിന്ന് കൂട്ടിക്കോ. അന്ന് കിടന്നോ. ഓക്കെ, നാളെ 11 മണിക്ക് വിളിച്ചാൽ മതിട്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.